അല്ല ഗൈസ്, ഇന്നത്തെ പരിപാടി എനിക്ക് വേറൊരു ക്ലിനിക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ജോയിൻ ചെയ്യാൻ പോകാം കേട്ടോ. ഈ സഞ്ചിയിൽ ഞങ്ങൾ കാണുന്ന എൻ്റെ വൈറ്റ് കോട്ട. അന്ന് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എടുക്കാണ്ട് കേട്ടോ പോയത്. അങ്ങനെ ഞാൻ അതും എടുത്ത് ഇവരൊക്കെ ഒന്ന് കണ്ട് കുറച്ചിട്ട് സംസാരിച്ച് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. കാരണം പുതിയ ക്ലിനിക്കിൽ പോയി ജോയിൻ ചെയ്യാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊളാക്കേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇന്ന് തന്നെ കൊണ്ടാക്കാൻ വരുന്ന വേറെ ആരുമല്ല, എൻ്റെ ചെക്കൻ തന്നെയാണ്. ചെക്കൻ്റെ അടുത്ത് കാണുന്ന ലഗേജ് ഫുള്ള് എൻ്റെ തന്നെയാണ്. അങ്ങനെ ഐശ്വര്യമതി ഞങ്ങൾ ആദ്യം തന്നെ പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങി. എന്റെ മൊത്തം ഈ കാണുന്ന ചിരിയുണ്ടെന്നേ ഉള്ളിൽ നല്ല ടെൻഷനും നല്ല പേടിയും. കോളേജ് കഴിഞ്ഞ മുതൽ ഇന്റേൺഷിപ്പിന്റെ പീരീഡ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്തിനും എൻ്റെ കൂടെ നാച്ചി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും പേടിക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് പോകുന്നത്. വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വഴി പറഞ്ഞുതരാം. അവരുടെ മാപ്പ് ഞാൻ വാങ്ങി. ചെറുതായിട്ട് എനിക്ക് ലെഫ്റ്റ് റൈറ്റ് മാറി പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഓൾറെഡി ഒരു വട്ടം വഴി തെറ്റിപ്പോയി. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഞാൻ ഓൻക്കെന്നെ കൊടുത്തിട്ട് ഓനോട് തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം എനിക്ക് ഇടാവുന്നതിന് മുന്നേ അവിടെ എത്തണം. കൈസ് അങ്ങനെ ഫൈനലി നമ്മളെത്തി. അങ്ങനെ ഞങ്ങൾ വഴിയെല്ലാം തപ്പി പിടിച്ച് ഏകദേശം അതിന്റെ ഇപ്പുറത്തായിട്ട്. അങ്ങനെ ഞാൻ അവിടെ കയറുന്നതിന് മുന്നേ കുറച്ചധികം കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി കുറച്ചധികം ലിപ്സ്റ്റിക് ഞാൻ ഇട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ക്ലിനിക്കിന്റെ അടുത്ത് എത്തിയിട്ടോ. ഇതാണ് ഞാൻ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ക്ലിനിക്ക്. അവിടുത്തെ ഒരു കുട്ടി എന്നെയും കൂട്ടിക്കൊണ്ട് എനിക്കുള്ള റൂമെല്ലാം കാണിച്ചു തന്നു. റൂമിൽ ഞാൻ എന്റെ ബാഗെല്ലാം വെച്ച് ഞാൻ അതാ പുറത്തോട്ട് പോകട്ടെ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാൻ. അങ്ങനെ ഞാൻ എന്റെ ചെക്കനും കൂടി ടൗണിലേക്കാട്ടോ പോകുന്നത്. ടൗണിൽ എന്തെല്ലോ പാർട്ടി പരിപാടി ഉണ്ടായതുകൊണ്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വാങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കഫേയിലേക്ക് കയറി. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ റോട്ടുമിലൂടെ പോകുന്ന എല്ലാ വണ്ടിയും കാണായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്കുള്ള മെനു കാർഡ് എത്തി. നമ്മൾ 2 പൈനാപ്പിൾ ജ്യൂസും ഒരു ബർഗറും ഞാനോ ചിക്കൻ പാസ്തയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല തിരക്കായിരുന്നു ഷോപ്പില്, അതുകൊണ്ട് ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്ന അവർ പറഞ്ഞായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ പോയി കൈയെല്ലാം കേകി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അങ്ങനെ കുത്തി. ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്ത പാസ്ത വന്ന് ബയ്യാലെ പൈനാപ്പിൾ ജ്യൂസും. അത്യാവശ്യം കുറെ ടൈം എടുത്തിട്ട് ആമി ഓർഡർ ചെയ്ത ബർഗർ അവർ കൊണ്ടു തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇനി ഹോസ്റ്റലിൽ പോയിട്ട് കുറെ പണി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.